ശബരിമലയിലേക്ക് പാത്രം വാങ്ങിയതിൽ പോലും തട്ടിപ്പെന്ന വിവരം കൂടി ഇന്ന് വന്നിരിക്കുന്നു. 1.5 കോടിയുടെ വെട്ടിപ്പ് നടന്നു പാത്രം വാങ്ങിയതിലെന്നാണ് പുതിയ കണ്ടെത്തൽ ഈ റിപ്പോർട്ടിലുള്ളത്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കിയെടുത്ത ആ പാളി അപ്പാടെ നശിപ്പിച്ചു എന്നാണ് വ്യക്തമാവുന്നത്. ഇതിൽ 1/2 കിലോയോളമാണ് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ട ഷഫീദ് റാവുത്തറാണ് 24ന്റെ പ്രതിനിധി. ഷഫീദ് റാവുത്തർ ദേവസ്വം ബോർഡ് SITക്ക് ഇപ്പോൾ ആ സംഭവത്തിൽ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തന്നെ ഈ വാർത്തകൾ പുറത്തുവിട്ട ഷഫീദ് റാവുത്തർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് തത്സമയം. ഷഫീദ്, ഇത് കേവലം ഒരു കക്കലല്ല അപ്പാടെ മുക്കലാണ് എന്ന് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലാണ്. വിശദമായ ഒരു അന്വേഷണം, പ്രത്യേകിച്ച് ഈ മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ച് അമാൽഗമേഷൻ പ്രോസസ്സ് നടത്തിയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് അത് വേർതിരിച്ചെടുക്കുക എന്നാൽ വലിയ കെമിക്കൽ പ്രോസസ്സിംഗ് ആവശ്യമാണ്. ഇതിന് എവിടെ വെച്ച് നടത്തി, ആരുടെയൊക്കെ സഹായം ലഭിച്ചു, അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കുന്ന ചുരണ്ടിയെടുക്കലൊന്നുമല്ല നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. വിപുലമായ ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക്, അതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ? ഗോകുൽ, ഉറപ്പായിട്ടും ഈ വിഷയത്തിൽ തെളിവ് ശേഖരണത്തിലടക്കം SITക്ക് മാത്രം നടത്താൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധന അടക്കം അതിൽ നിർണായകമാണ്. ഇക്കാര്യത്തിൽ തട്ടിപ്പ്, അതല്ലെങ്കിൽ സ്വർണ്ണ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹൈക്കോടതി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല വിധത്തിലുള്ള കാരണങ്ങൾ. അതിലൊന്നാമത്തേത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണമുരുക്കി, അതിന് സ്മാർട്ട് ക്രിയേഷൻ സഹായം ചെയ്തു നൽകി, അതിനുശേഷം പുറത്തേക്ക് വന്ന സ്വർണ്ണങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ചില ക്ലാരിറ്റികൾ വന്നിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേതാകട്ടെ അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളും ഉദ്യോഗസ്ഥ ഗൂഢസംഘങ്ങളായി പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളിലെ തെളിവുകളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ പുതിയൊരു പേര്, അത് ജയശ്രീ എന്ന് പറയപ്പെടുന്നയാളുടെയാണ്. ജയശ്രീ അന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു. ജയശ്രീ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ ഉത്തരവിനെയൊക്കെ തിരുത്തി എന്നുള്ള വിവരങ്ങൾ ഇന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യമാകട്ടെ ഈ സ്വർണ്ണ വിവരങ്ങൾ അതെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളതിന്റെ രേഖകൾ സഹിതം ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ശാസ്ത്രീയ തെളിവ് ശേഖരണം, അതിനൊക്കെ അപ്പുറത്തേക്ക് എത്ര സ്വർണം അത് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള എൻക്വയറി ആവശ്യമാണ്. SITയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള എൻക്വയറി ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിനോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു ചില അഴിമതികളുടെ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ശബരിമലയിലേക്ക് പാത്രം വാങ്ങിയതിൽ 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്നുള്ള രേഖ അത് ദേവസ്വം വിജിലൻസിന്റെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ അങ്ങനെ ആ ഒരു പർച്ചേസ് നടന്നിട്ടില്ല എന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അക്കാര്യം കൂടി SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും. ഏതായാലും ഈ വിഷയത്തിൽ വളരെ വിപുലമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ഒരുപക്ഷെ പമ്പ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസെടുത്ത ശേഷം അക്കാര്യത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, പരിശോധനകൾ ആവശ്യമാണ്. ഗോകുൽ, ഷഫീദ്, ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിൽ ഒരു മുരാരി ബാബു മാത്രമല്ല, ജയശ്രീ ഉൾപ്പെടെ അങ്ങനെ പല പല പേരുകൾ പുറത്തേക്ക് വരുന്നു. ഇവരുടെയൊക്കെ സഹായം, മൗനാനുവാദം അല്ലെങ്കിൽ ഇവരുടെ അറിവോടുകൂടിയുള്ള ഇടപെടൽ, ആസൂത്രണമൊക്കെ ഈ 1/2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോക്കറ്റിലാക്കാനും പിന്നീട് വന്ന പാളി പല വിശ്വാസികളെയും പറ്റിച്ച് അവർക്കിനി എത്ര വിലയ്ക്കാണ് അതൊക്കെ കൈമാറിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരണം. ഏതായാലും വിപുലമായ അന്വേഷണം വേണ്ടത്, വിശദമായ ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൂടിയാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് ഇന്ന് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഈ വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.